ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് വിശദമായി. പാർലമെന്ററി രാഷ്ട്രീയം അവസാനിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച തനിക്ക് ഇനി ആരോടും രാഷ്ട്രീയ ബാധ്യത ഇല്ലെന്ന് മുൻമന്ത്രിയും തവനൂർ MLA KT ജലീൽ. മുഖ്യമന്ത്രിയോടും CPM-നോടും ഉൾപ്പെടെ ബാധ്യതയുടെ ആവശ്യമില്ല. ഒരു ബോർഡ് ചെയർമാൻ സ്ഥാനം പോലും തനിക്ക് വേണ്ട. തന്റെ നിലപാടുകളാണ് ഇനി പറയുകയെന്നും ജലീൽ പ്രതികരിച്ചു. വൈകിട്ട് 4:30 KT ജലീൽ മാധ്യമങ്ങളെ കാണും. പോലീസിനെതിരെ അടക്കം PV അൻവറിനെ പിന്തുണച്ച ജലീൽ അതേ നിലപാട് തുടരുമോ എന്നത് നിർണായകമാണ്. അല്ല, 10-20 വർഷമായല്ലോ. മരിക്കുന്നത് വരെ നമ്മൾ സ്ഥാനത്തിരിക്കാമെന്ന് നമ്മളാർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അതുപോലെ തന്നെ അസംബ്ലിയിലോ അല്ലെങ്കിൽ പാർലമെന്റിലോ കിടന്ന് മരിക്കാമെന്നും നമ്മളാർക്കും വാക്ക് കൊടുത്തിട്ടില്ല. പറയുന്നത് നമ്മൾ പ്രാവർത്തികമാക്കണം. പലരും എന്താ ചെയ്യാറെന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്നത് വരെ എല്ലാവരും പറയും. പിന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ ലോകാവസാനം വരെ ഇത് തനിക്ക് വേണമെന്ന് വാദിക്കും. അതിനു വേണ്ടിയിട്ട് എന്ത് ഘോര സമരവും ചെയ്യുകയും ചെയ്യും. പുതിയ ആളുകൾ വരണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ പാർലമെന്ററി പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? എനിക്കിനി താല്പര്യങ്ങൾ ഒന്നും ഇല്ല എന്നുള്ളതാണ്. എനിക്കൊരു ബോർഡ് ചെയർമാൻ പോലും ഇനി ആവണ്ട എന്റെ ജീവിതത്തിൽ. അപ്പൊ അങ്ങനെ പറയുന്ന ഒരാൾ എനിക്ക് ആരോടും യാതൊരു ബാധ്യതയും കടപ്പാടും ഉണ്ടാവേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിയോട് ഉണ്ടാവേണ്ട കാര്യമില്ല, CPIM-നോട് ഉണ്ടാവേണ്ട കാര്യമില്ല, ലീഗിനോട് ഉണ്ടാവേണ്ട കാര്യമില്ല, കോൺഗ്രസിനോട് ഉണ്ടാവേണ്ട കാര്യമില്ല, BJP-യോട് ഉണ്ടാവേണ്ട കാര്യമില്ല, ഒരാളോടും ഉണ്ടാവേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ എന്റെ നിലപാടുകളാണ് ഞാൻ പറയുക, എന്റെ ബോധ്യങ്ങളാണ് ഞാൻ 4:30 മണിക്ക് വെളിപ്പെടുത്തുക. PV അൻവറിന്റെ ചില അഭിപ്രായങ്ങളോട് എനിക്ക് യോജിപ്പുണ്ട് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചില അഭിപ്രായങ്ങളോട് യോജിപ്പുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ ചില അഭിപ്രായങ്ങളോട് ശക്തമായ വിയോജിപ്പുണ്ട് എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, പാർട്ടിയോട് മാത്രമല്ല, എനിക്ക് ഒരാളോടും പ്രതിബദ്ധതയില്ല. ജമാഅത്തെ ഇസ്ലാമിയോട് പ്രതിബദ്ധതയില്ല, മറ്റൊരു മതസംഘടനയോടും എനിക്ക് പ്രതിബദ്ധതയില്ല. അതുപോലെ CPIM-നോടും എനിക്ക് പ്രതിബദ്ധതയില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ. ഇനി മേലിൽ ഇപ്പൊ നമ്മള് ഒരാൾക്ക് വേണ്ടി നിലകൊള്ളുക അല്ലെങ്കിൽ അയാളെ ന്യായീകരിക്കുന്നത് എപ്പോഴാണ്? നമുക്ക് അയാളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാണ്ട് എന്ന് വരുമ്പോഴാണല്ലോ. അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ 4:30 മണിക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത്. വെയിറ്റ് ആൻഡ് സീ. അതെ, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിൽ ഞാൻ യോജിക്കാണോ വിയോജിക്കാണോ ചെയ്യുന്നത് എന്നുള്ളത് പറയും. CPM സഹയാത്രികനായി തുടരാനാണ് എന്റെ ആഗ്രഹം. പാർട്ടി പറയുന്നത് വരെ, പാർട്ടി എന്നോട് ആവശ്യപ്പെടുന്നത് വരെ എന്റെ സേവനം ഞാൻ കൊടുക്കും. ഞാൻ എവിടെയും ഇടിച്ചു കയറി ചെന്നിട്ട് എന്റെ സേവനം കൊടുത്തിട്ടില്ല, ആർക്കും നൽകിയിട്ടില്ല, ഇനിയും അത് നൽകൂല. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് KT ജലീലിന്റെ സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം ജോൺ ബ്രിട്ടാസ് പ്രകാശനം ചെയ്തു. ഇടതുപക്ഷത്തെ ശക്തനായ പോരാളിയാണ് KT ജലീൽ എന്ന് ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചു. ജലീലിന്റെ പുസ്തക പ്രകാശന ചടങ്ങ് വിവാദം അത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ്. ചടങ്ങിൽ പങ്കെടുക്കാനായത് അംഗീകാരമാണെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. പുസ്തകം ഞാൻ കണ്ടു, ഉദ്യോഗം നിങ്ങൾ ഉണ്ടാക്കിയതാണ്, ഞങ്ങൾക്ക് ആരും ഉദ്യോഗമില്ല. എന്നെ നിങ്ങൾ പല ആൾക്കാരും വിളിച്ചു ചോദിച്ചു പരിപാടിക്ക് വരുന്നുണ്ടോന്നുള്ളത്. ഇടതുപക്ഷ മതനിരപേക്ഷ ചേരിയിലെ ശക്തനായ ഒരു പോരാളിയാണ് ശ്രീ KT ജലീൽ. അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശനത്തിൽ എത്തുക എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയൊരു അംഗീകാരവും ആദരവാണ്. പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനവുമായി PV അൻവർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടുകെട്ടിൽ ഇല്ലാത്ത നേതാക്കളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുമെന്നും ഏറെ വൈകാതെ പാർട്ടി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും PV അൻവർ പറഞ്ഞു. അതേസമയം പുതിയ പാർട്ടിയിൽ ചേർന്നാൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അൻവർ അയോഗ്യനാകും എന്നാണ് നിയമവിദഗ്ധരുടെ വിലയിരുത്തൽ. ഇടതുപക്ഷവുമായി സഹകരണം അവസാനിപ്പിച്ച് ഒരാഴ്ച കഴിയും മുൻപാണ് PV അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന സെക്യുലർ പാർട്ടിയാകും അത്. ന്യൂനപക്ഷങ്ങൾ, മലയോര കർഷകർ, പോലീസിന്റെ പീഡനങ്ങൾക്കിരയായിട്ടുള്ളവർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ളവർ തന്നോടൊപ്പം സഹകരിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളെ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെ: എന്താ പറയുക, നേതാവായി നെറ്റിയിൽ ചാപ്പടിച്ചൊന്നും ഈ സംവിധാനത്തിന് വേണമെന്നില്ല. ഈ നെക്സസിന്റെ ഭാഗമാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് യോജിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമ്മൾ യോജിപ്പിക്കും. അല്ലെങ്കിൽ പുതിയൊരു ടീം വരും, യുവാക്കള്. 21 വയസ്സായ ആർക്കും കൂടെ മത്സരിക്കാമല്ലോ. ആ വ്യക്തിയല്ലല്ലോ. നമ്മൾ ഉയർത്തുന്ന വിഷയങ്ങളും നമ്മൾ ഉയർത്തുന്ന നയപരിപാടികളും നമ്മൾ പറയുന്ന ആദർശവും, ആ ആദർശത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അതിലെ ലീഡർ. അത് ചെറുതാകാം വലുതാകാം. അതാണ് ജനങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ ഇടുന്നത്. ആളെ വലിപ്പം കാണിച്ചു കൊടുത്ത് അതിന് വോട്ട് വാങ്ങില്ല. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും PV അൻവർ പറഞ്ഞു. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്തുകളിലും
നമ്മളുണ്ടാക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കും. യാതൊരു തർക്കമില്ല. അല്ലാതെ എന്തായാലും ഇപ്പോൾ അധികം വൈകില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ സ്ഥാനത്ത് നിന്ന് ഒഴിയണമെന്നും ഇതിലും നല്ലത് മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കുകയാണെന്നും PV അൻവർ പരിഹസിച്ചു. മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ മാന്യമായി സ്ഥാനമൊഴിയാൻ. മുഖ്യമന്ത്രിയാകാൻ ശേഷിയുള്ളവർ പാർട്ടിയിൽ വേറെയും ഉണ്ടല്ലോ എന്നും അൻവർ. അദ്ദേഹമാണത് ആലോചിക്കേണ്ടത്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ അതാണ് ഉപദേശിച്ചു കൊടുക്കേണ്ടത്. ഇനി 1.5 വർഷം 1.25 വർഷമുള്ളത്. അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം നിലനിൽക്കുകയാണ്. ഇത്രയും വലിയ ഒരു അവസ്ഥയിലേക്ക് പാർട്ടി എന്തിനാണ് അദ്ദേഹത്തെ തന്നെ വേറെ മുഖ്യമന്ത്രിയാവാൻ ശേഷിയുള്ളവർ ഈ പാർട്ടിയിലുണ്ടല്ലോ. പാർട്ടി ആലോചിക്കണ്ടേ? എന്തുകൊണ്ടാണ് പാർട്ടി ഇതൊന്നും ആലോചിക്കാത്തത്? എന്താ ഒരു ചർച്ചയ്ക്ക് എടുക്കാത്തത്? യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതല്ലേ? 6-ാം തീയതി മഞ്ചേരിയിൽ ജില്ലാതല വിശദീകരണ യോഗം വിളിച്ചിട്ടുണ്ടെന്നും 1 ലക്ഷത്തോളം ആളുകൾ അതിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും PV അൻവർ വ്യക്തമാക്കി. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഏറനാട്, മഞ്ചേരി, വേങ്ങര മണ്ഡലങ്ങളിലെ വിശദീകരണ യോഗങ്ങൾ നേരത്തെ റദ്ദാക്കിയിരുന്നു. PV അൻവറിന് കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകുമെന്നും വിലയിരുത്തലുണ്ട്. സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചയാൾ പാർട്ടിയിൽ ചേർന്നാൽ അയോഗ്യത വരും. അൻവറിന് ഒപ്പമുള്ളവർക്ക് പാർട്ടി രൂപീകരിക്കാം. ഈ നിയമസഭയുടെ കാലാവധിക്ക് ശേഷമേ അൻവറിന് പുതിയ പാർട്ടിയിൽ അംഗമാകാൻ കഴിയൂവെന്നും നിയമജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം. മലപ്പുറം പരാമർശ വിവാദം പത്രത്തിന്റെ തിരുത്തോടെ അവസാനിച്ചുവെന്ന് കരുതിയ മുഖ്യമന്ത്രിക്ക് മറ്റൊരു തരത്തിൽ ഈ വിവാദം തിരിഞ്ഞുകൊത്തുകയാണ്. PR ഏജൻസിയുടെ സാന്നിധ്യത്തിൽ ദുരൂഹത ആരംഭിച്ചുകൊണ്ട് കടുത്ത നീക്കമാണ് പ്രതിപക്ഷം നടത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മൗനത്തിലാണെങ്കിലും പ്രതിരോധമുയർത്തി നേതാക്കൾ രംഗത്ത് വന്നു. പത്രത്തിന് തിരുത്തു വന്നതോടെ വിവാദം അവസാനിച്ചു എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. എന്നാൽ മുഖ്യമന്ത്രിക്ക് അഭിമുഖം നൽകാൻ PR ഏജൻസിയുടെ ഇടനില എന്തിനെന്നതിൽ സർക്കാരിന് വിശദീകരണമില്ല. ഇന്നലെ പൊതുയോഗത്തിൽ സംസാരിച്ച മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഉയരുന്ന ചോദ്യം ഇങ്ങനെയാണ്: ഒരു മാധ്യമ സ്ഥാപനത്തിന് അഭിമുഖം നൽകാൻ PR ഏജൻസി എന്തിനാണ്? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചോദ്യം വേണമെന്ന് PR ഏജൻസി നിർദ്ദേശിച്ചത് എങ്ങനെയാണ്? അഭിമുഖ സമയത്തുണ്ടായിരുന്ന PR ഏജൻസി പ്രതിനിധികൾ ആരൊക്കെയാണ്? PR ഏജൻസിക്ക് പണം നൽകുന്നത് സർക്കാർ ഫണ്ടിൽ നിന്നാണോ? ഏജൻസിക്ക് തെറ്റുപറ്റിയെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാൻ തയ്യാറാകുമോ? ഫലത്തിൽ മലപ്പുറം പരാമർശ വിവാദം മറ്റൊരു തരത്തിൽ സർക്കാരിനെ തിരിഞ്ഞുകുത്തുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം അവർ ഹിന്ദുവിൽ എഴുതി കൊടുത്ത് എങ്കിൽ അവർ വലിയ ക്രിമിനൽ കുറ്റമല്ലേ ചെയ്തിരിക്കുന്നത്. അവർക്കെതിരെ കേസെടുക്ക്. അദ്ദേഹം ഡൽഹിയിൽ പോയി ഹിന്ദു പോലുള്ള ഒരു പത്രത്തിൽ കൊടുത്തത് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു, ഡൽഹിയിലെ ഏമാനന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ ഭയന്നാണ് മുഖ്യമന്ത്രി ഭരിക്കുന്നത്. ഭയമാണ് മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത്. ആ ഭയത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. വാർത്ത പ്രസിദ്ധീകരിച്ച ഒരു ദിവസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ ഉണ്ടാവുന്നത്. മുഖ്യമന്ത്രിയുടെ നീക്കം ബോധപൂർവമെന്ന് തന്നെയാണ് പ്രതിപക്ഷ ആരോപണം. ആരാണ് ഇതിന്റെ പിന്നിൽ? അതായത് ഒരു PR ഏജൻസി അഭിമുഖത്തിന്റെ കൂടെ ഇതും കൂടി കൂട്ടിച്ചേർത്തു, ഇതും കൂടി തിരികെ കയറ്റി എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അത് അബദ്ധമല്ലല്ലോ, അത് സ്ലിപ്പ് ഓഫ് ടങ്ക് അല്ല, അബദ്ധമല്ല, ഒന്നുമല്ല. ചെയ്തത് എന്താണ്? ഒരു ചെറിയ കാര്യമല്ല. ചെയ്തത് എന്ന് പറയുന്നത് ആ ജില്ല കേന്ദ്രീകരിച്ച് സ്വർണം വരുന്നുണ്ട്, വലിയ തോതിൽ അത് പിടിക്കപ്പെടുന്നുണ്ട്. അത്രയും പറഞ്ഞു നിർത്തിയിരുന്നെങ്കിലും മനസ്സിലാക്കാം. മുഖ്യമന്ത്രിക്ക് പ്രതിരോധമുയർത്തുന്നത് മന്ത്രി മുഹമ്മദ് റിയാസാണ്. അഭിമുഖം നൽകാൻ PR ഏജൻസിയുടെ ആവശ്യമില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഒരു PR ഏജൻസിയുടെയും സഹായം ആവശ്യമില്ല. നമുക്കൊക്കെ അറിയാം, നിങ്ങൾക്കും അറിയാം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ആക്രമിക്കുന്നതിന് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഇടതുപക്ഷത്തെ തകർക്കണമെങ്കിൽ അതിൻ്റെ തലക്കടിക്കണം. ആ തല ഇപ്പോൾ സഖാവ് പിണറായി വിജയനാണ്. ജോൺ ബ്രിട്ടാസും മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് PR-ന്റെ ആവശ്യമുണ്ട്. നിങ്ങൾ നന്നായിട്ട് PR ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നില്ല, അതൊന്നും ഉണ്ടാവില്ല. വിവാദം ഈ തരത്തിലേക്ക് എത്തിയതിൽ CPM നേതൃത്വത്തിനും അതൃപ്തിയുണ്ട്. പല മാധ്യമങ്ങളും അഭിമുഖത്തിന് സമീപിച്ചിട്ടും അനുവദിക്കാത്ത മുഖ്യമന്ത്രി PR ഏജൻസി വഴി എന്തിന് ദേശീയ മാധ്യമത്തിന് അഭിമുഖം നൽകിയെന്നതാണ് ചോദ്യം. വിശദീകരണം നൽകേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. PV അൻവറിനെതിരെ CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. അൻവർ CPM വിരുദ്ധനാണ്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ ആയുധമായ അൻവർ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയതുകൊണ്ട് CPM ഭയപ്പെടില്ല. അൻവറിന്റെ താല്പര്യം വേറെയാണ്. നിലമ്പൂർ അൻവറിന്റെ അല്ല, കുഞ്ഞാലിയുടെ മണ്ണാണെന്നും വിജയരാഘവൻ പറഞ്ഞു. അൻവർ ഇപ്പോൾ ഒരു CPM വിരുദ്ധനാണ്. അൻവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ
ശക്തികളുടെ കയ്യിലെ ഒരു ആയുധമാണ്. അൻവർ ചെയ്തതെല്ലാം രാഷ്ട്രീയമായി തെറ്റാണ്. അപ്പോൾ രാഷ്ട്രീയമായ തെറ്റുകൾ ചെയ്ത അൻവർ പല പ്രഖ്യാപനങ്ങളും നടത്തുന്നുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഇപ്പം അദ്ദേഹം നടത്തിയ പ്രസ്താവനകളുടെയും പ്രവർത്തനങ്ങളുടെയും ഒരു പൊതു ചിത്രം നോക്കിയാൽ ഇപ്പോൾ ഇവിടെ UDFും ലീഗ് നേതൃത്വവും അതുപോലെ തന്നെ ഈ നിലയിൽ കാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന ശക്തികളും നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഒരു പിൻപാട്ടുകാരനായിട്ട് അകമ്പടി പോകുന്ന പ്രചാരവേലയാണ് അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ അൻവർ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത് കേട്ടപ്പോൾ ഞങ്ങളാരെയും ഭയപ്പെടാൻ പോകുന്നത് അതൊന്നുമില്ലല്ലോ. നിലമ്പൂര് അൻവറിൻ്റെ സ്ഥലമല്ല, നിലമ്പൂർ കുഞ്ഞാലിയുടെ സ്ഥലമാണ്. ആ നിലയത്തിന് ഞങ്ങളതിന് കണ്ടിട്ടുള്ളത്. അവിടെ ഞങ്ങൾക്കതിൽ ഭയമൊന്നുമില്ല. ന്യൂനപക്ഷ സമുദായങ്ങളിൽ തെറ്റിദ്ധാരണ വളർത്താൻ മുസ്ലിം ലീഗ് നേതാക്കൾ ബോധപൂർവ്വം ശ്രമിക്കുന്നുവെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. മതനിരപേക്ഷ ചിന്താഗതി ഉള്ളവരിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാണ് ലീഗിന്റെ ശ്രമം. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് ന്യൂനപക്ഷ വിരുദ്ധ സർക്കാർ എന്ന് മുദ്ര കുത്തുകയാണ് അവർ. മലപ്പുറം മതേതര പശ്ചാത്തലമുള്ള നാടാണെന്നും മുഖ്യമന്ത്രി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും A. വിജയരാഘവൻ പറഞ്ഞു. PR ഏജൻസി വിവാദത്തിൽ CPMന് അതൃപ്തി. മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന്റെ ഉള്ളടക്കമുണ്ടാക്കുന്ന രാഷ്ട്രീയ തിരിച്ചടിയാണ് CPMനെ ആശങ്കയിലാക്കുന്ന പ്രധാന ഘടകം. കേരളത്തിന്റെ മുഖ്യമന്ത്രി അഭിമുഖം നൽകാൻ PR ഏജൻസിയുടെ സഹായം തേടിയത് നാണക്കേടായി എന്നും പാർട്ടിയിൽ അഭിപ്രായമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വതന്ത്ര സംവിധാനമായി പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപം നേരത്തെ CPMലുണ്ട്. പല കാര്യങ്ങളും പാർട്ടിയെ അറിയിക്കാതെയും പാർട്ടി സംവിധാനങ്ങളെ അകറ്റിയും മുന്നോട്ടു പോകുന്നു എന്നാണ് വിമർശനം. സർക്കാർ സംവിധാനങ്ങളെ മറികടന്ന് മുഖ്യമന്ത്രി പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ PR ഏജൻസികളെ ഉപയോഗിക്കുന്നുവെന്ന് നേരത്തെ പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. ഇത് ശരിവെക്കുന്ന വിവരങ്ങളാണ് ദ ഹിന്ദുവിലെ അഭിമുഖ വിവാദം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം തെറ്റീർത്ത് നടപടികളിലേക്ക് കടന്ന CPM സർക്കാരിനും തിരുത്തൽ നിർദ്ദേശിച്ചിരുന്നു. അതിൽ പ്രധാനം മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തലായിരുന്നു. ഇതിനിടയിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും വലിയ നാണക്കേടായ PR ഏജൻസി വിവാദം മാറിക്കഴിഞ്ഞു. ഇതിൽ CPM നേതൃത്വത്തിനും അതൃപ്തിയുള്ളതായാണ് വിവരം. മുഖ്യമന്ത്രിയുടെ അഭിമുഖം രാഷ്ട്രീയമായും വലിയ തിരിച്ചടിയാണ് പാർട്ടിക്കുണ്ടാക്കിയത്. വാർത്ത തള്ളിയെങ്കിലും PR ഏജൻസിയുമായുള്ള ബന്ധം മുഖ്യമന്ത്രിയോ ഓഫീസോ ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. നാളെ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിവാദം ചർച്ച ചെയ്യും. സ്വർണ്ണക്കള്ളക്കടത്ത് പണം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അതീവ ഗൗരവതരമാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. രാജ്യവിരുദ്ധ പ്രവർത്തനം നടക്കുന്നുവെന്ന് അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി ഗവർണറോട് മാപ്പ് മറച്ചുവെച്ചു. മാധ്യമങ്ങളോട് വിശദീകരിച്ച മുഖ്യമന്ത്രി ഗവർണറെ ഇരുട്ടിൽ നിർത്തി. ഹിന്ദു വാർത്ത മുഖ്യമന്ത്രി നിഷേധിച്ചിട്ട് കാര്യമില്ല, ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്. റിപ്പോർട്ട് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും ഗവർണർ പറഞ്ഞു. I am not on how much gold, something which Chief Minister has said that he possibly has not said it. That is not important. Important thing is that he has said that the money which accrues, the profits which accrue from this gold smuggling, they are being used for anti-national activities. So that to me is very serious. As Chief Minister, if in any part of the state any anti-national activities are being done, then it is his constitutional duty to keep me informed. And that is why I am taking serious exception that he is revealing it to the press and he is keeping me in dark. ADGP മാറ്റുന്നതിലെ കാലതാമസം സഹിക്കുന്നതിന് പരിധിയുണ്ട്. മുന്നറിയിപ്പുമായി CPI. DGP അന്വേഷിച്ചാലും ഇല്ലെങ്കിലും ADGPയെ മാറ്റിയേ പറ്റൂ എന്ന് CPI ദേശീയ നിർവാഹക സമിതി അംഗം K. പ്രകാശ് ബാബു പറഞ്ഞു. അതിന് അന്വേഷണ റിപ്പോർട്ട് വേണ്ട. ADGPയെ മാറ്റുന്നതിനുള്ള നടപടിക്രമത്തിലുള്ള കാലതാമസമാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം വൈകുന്നതിൽ അതിന് പിന്നിലെന്നാണ് CPI കരുതുന്നത്. എന്നാൽ ആ കാലതാമസത്തിനും പരിധിയുണ്ട്. അതും കടന്നാൽ CPI കടുത്ത നടപടിയിലേക്ക് കടക്കേണ്ടി വരുമെന്നും K. പ്രകാശ് ബാബു ന്യൂസ് 18നോട് പറഞ്ഞു. ന്യൂസ് 18 Q18 പ്രകാശ് ബാബുവിന്റെ പ്രതികരണം. DGPയുടെ റിപ്പോർട്ട് വരുന്നു ഈ വിഷയങ്ങളിൽ. എന്താണ് CPI പ്രതീക്ഷിക്കുന്നത് ആ റിപ്പോർട്ടിൽ? ഞങ്ങൾ റേസ് ചെയ്ത വിഷയം പൊളിറ്റിക്കൽ ഇഷ്യൂയാണ്. അതിന് ഒരു DGPയുടെയും റിപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. അത് വളരെ കൃത്യമായി ഞങ്ങളെല്ലാവരും അത് ആദ്യമേ തന്നെ പറഞ്ഞതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെൻറ് കേരളം ഭരിക്കുമ്പോൾ
ആ ഗവൺമെൻറ്റിലെ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ RSS നേതാക്കളെ രഹസ്യമായി സന്ദർശിച്ച് അവരുമായിട്ട് പിന്നെ അഭിപ്രായം കൈമാറി എന്നുള്ളതാണ് ഞങ്ങൾ റേസ് ചെയ്ത വിഷയം. അങ്ങനൊരു രഹസ്യ സന്ദർശനത്തിൻ്റെ ആവശ്യം LDF ഗവൺമെൻറ്റിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനില്ല. അത് തെറ്റാണ്, അയാൾ ചെയ്തത് തെറ്റാണ്. അതാണ് ഞങ്ങൾ ഉന്നയിച്ചത്. അത് അയാൾ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. RSS നേതാക്കളെ സന്ദർശിച്ച ADGP ക്രമസമാധാനത്തിൻ്റെ ചുമതല വഹിക്കാൻ വേണ്ട, അത് ആ പോസ്റ്റിൽ നിന്നേ മാറ്റുക, ആ ചുമതലയിൽ നിന്നേ അദ്ദേഹത്തെ മാറ്റുക. അത് അന്വേഷണത്തിൽ കൂടി മാറ്റേണ്ടുന്ന കാര്യമല്ല. മുഖ്യമന്ത്രി കെട്ടിപ്പിടിച്ച് രക്ഷിക്കുകയാണ്, അജിത് കുമാറിനെ കയ്യും കാലും കെട്ടിപ്പിടിച്ച് രക്ഷിക്കുകയാണെന്ന് PV അൻവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു മണിക്കൂറുകളോളം. പ്രൊസീജിയറൽ ഇറഗുലാരിറ്റി എന്തെങ്കിലും പിന്നീട് കോടതി കണ്ടെത്തിയാൽ മുഖ്യമന്ത്രി എടുത്ത നടപടിയെ റദ്ദു ചെയ്യും. അതുകൊണ്ട് മുഖ്യമന്ത്രി അതിൻ്റെ നടപടിക്രമങ്ങളിൽ കൂടി പോകുന്നതിന് വേണ്ടി സമയമെടുക്കുന്നു. ആ സമയമെടുക്കുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാലതാമസം. ആ കാലതാമസത്തിന് ഒരു ലിമിറ്റുണ്ട്. അതുകൊണ്ട് ആ കാലതാമസമാണ് സംരക്ഷണമല്ല ഇപ്പോഴുള്ളത്. ഇപ്പോഴുള്ളതിനെ ഞാൻ കാലതാമസമായിട്ടേ കാണുന്നുള്ളൂ, സംരക്ഷണമായിട്ട് കാണുന്നില്ല. അതിൻ്റെ ഒരു ലിമിറ്റുണ്ടല്ലോ, ആ ലിമിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നാളെ ആയാലും അത് നടപ്പിലാക്കി നോക്കൂ. ആ കാലതാമസം ഈ DGPയുടെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിനകത്ത് ഈ വിഷയത്തിനകത്തൊരു പരാമർശം ഉണ്ടാകുന്നില്ലെങ്കിൽ, നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കാലതാമസം അല്ല ഇനിയുള്ളത് എന്ന് പറയാൻ CPI മുന്നോട്ട് വരും. DGPയുടെ റിപ്പോർട്ടും മുഖ്യമന്ത്രി എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളതും കൂടെ കണ്ടിട്ട് നമുക്ക് ഒരു അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകാം. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെയുള്ള DGPയുടെ അന്വേഷണ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് സമർപ്പിക്കും. വ്യാഴാഴ്ചയാണ് സമർപ്പിക്കേണ്ട അവസാന ദിവസമെങ്കിലും ഒരുപക്ഷെ അതിനു മുൻപ് തന്നെ റിപ്പോർട്ട് കൈമാറിയേക്കും. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളും തൃശൂർ പൂരം അലങ്കോലമായതിൽ ADGPക്ക് പങ്കുണ്ട് എന്ന വിവാദവുമാണ് DGPയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുന്നത്. മുഖ്യമന്ത്രി ഇപ്പോഴും അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റണമെന്ന ശക്തമായ നിലപാടിലാണ് CPI ഉൾപ്പെടെയുള്ള LDFലെ ഘടകകക്ഷികൾ. ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ മിസൈൽ വർഷത്തിനു പിന്നാലെ ചെങ്കടലിൽ എണ്ണക്കപ്പലിന് നേരെ ഹൂതി ആക്രമണം. ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ വധത്തിന് പകരം വീട്ടുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു ഇന്നലെ രാത്രി ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയത്. 181 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിന് മേൽ ഇറാൻ വർഷിച്ചത്. എന്നാൽ ആക്രമണത്തെ ചെറുത്തതായും ആൾനാശം ഉണ്ടായിട്ടില്ല എന്നുമാണ് ഇസ്രായേലിന്റെ പ്രതികരണം. ഇസ്രായേൽ നഗരമായ ടെൽ-അവീവിൽ നടന്ന വെടിവെപ്പിൽ 6 പേർ കൊല്ലപ്പെട്ടു. ആയുധധാരികളായിട്ടുള്ള 2 അക്രമകാരികളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. 90% മിസൈലുകളും ലക്ഷ്യം കണ്ടുവെന്ന് ഇറാൻ അവകാശപ്പെടുമ്പോൾ ഇറാൻ ചെയ്ത വലിയ തെറ്റിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 32 പേർ കൊല്ലപ്പെട്ടുവെന്ന് പലസ്തീൻ അധികൃതർ അറിയിച്ചു. ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കിരൺ ബാബു നൽകും വിവരങ്ങൾ. കടുത്ത യുദ്ധഭീതിയിലാണ് പശ്ചിമേഷ്യ നിൽക്കുന്നത്. ഏതു സമയവും ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ഇറാനു നേരെ കടുത്ത ഒരു ആക്രമണം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇറാൻ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും. പരസ്യമായി ഇനിയൊരു യുദ്ധത്തിലേക്ക് പോകരുത്, അല്ലെങ്കിൽ ആക്രമണം അവസാനിപ്പിക്കണം എന്നൊക്കെ ലോകരാജ്യങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ പോലും ഒരു ശക്തമായ തിരിച്ചടി ഇറാൻ ഇന്നലെ ഇസ്രയേലിന് നേരെ നടത്തിയ 181 മിസൈലുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിന് ഒരു തിരിച്ചടി ഉടൻ തന്നെ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നത് ഏറെക്കുറെ ഉറപ്പാണ്. അതിശക്തമായ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരിക്കുന്നത്. ആ തരത്തിലേക്കുള്ള ഒരു പ്രത്യാഘാതം ഇറാൻ നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് പറയുന്നത്. ഇറാനും സ്വാഭാവികമായും ഇങ്ങനെ ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ നടത്തുമ്പോൾ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം. ഇറാൻ പ്രധാനമായും പറയുന്നത് ഹിസ്ബുള്ള തലവൻ നസ്രുള്ളയുടെ വധവും അതോടൊപ്പം തന്നെ സെക്കൻഡ് കമാൻഡറിൻ്റെ വധവും ഗസയിൽ ഹമാസിന് നേരെ നടത്തുന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ആക്രമണം ഇസ്രയേലിന് നേരെ നടത്തിയതെന്നാണ്. 181 മിസൈലുകൾ അവിടേക്ക് വർഷിക്കുമ്പോൾ അതിൽ 90% ലക്ഷ്യം കണ്ടുവെന്ന് ഇറാൻ അവകാശപ്പെടുമ്പോൾ ഒരു മരണം പോലും ഉണ്ടായിട്ടില്ലെന്നും ഒരു കാര്യമായ ഒരു നാശനഷ്ടവും ഇസ്രയേലിൽ ഉണ്ടായിട്ടില്ലെന്നും ഇസ്രയേലും അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു 181 മിസൈലുകൾ ഇസ്രയേലിന് നേരെ വർഷിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രയേലിൻ്റെ ഒരു യുദ്ധ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമാണ് തിരിച്ചടി ഉണ്ടാവും എന്നുള്ളത്. അത്തരമൊരു മുന്നറിയിപ്പ് തന്നെയാണ് നെതന്യാഹു നൽകിയിരിക്കുന്നതും. ഇറാൻ്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു
ആക്രമണം ഉണ്ടാകുമെന്നും നേരത്തെ തന്നെ ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ ഇറാൻ സജ്ജമായിരുന്നു. അമേരിക്കയും ഇന്നലെ ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഒപ്പം ചേർന്നു. അമേരിക്കൻ നാവികസേനയും ഒപ്പം ചേർന്നിരുന്നു എന്നത് അമേരിക്ക ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഫ്രാൻസ് അടക്കം കൂടുതൽ പശ്ചിമേഷ്യയിലെ സമാധാനം ഉറപ്പാക്കാൻ കൂടുതൽ സേനയെ, കൂടുതൽ ആയുധത്തെ ഈ മേഖലയിലേക്ക് വിന്യസിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫലത്തിൽ അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും അതിശക്തമായ പിന്തുണ തന്നെയാണ് ഇസ്രയേലിന് ലഭിക്കുന്നത്. സ്വാഭാവികമായും ഒരു തിരിച്ചടിയിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു യുദ്ധത്തിലേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം അമേരിക്കയോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനോ ആഗ്രഹിക്കുന്നില്ല. കാരണം പശ്ചിമേഷ്യൻ മേഖലയിൽ എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളാണ്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനുമായി ഒക്കെ വലിയ വാണിജ്യ ബന്ധമുള്ള രാജ്യങ്ങളാണ്. അവിടെ ആ വാണിജ്യ ബന്ധത്തെയൊക്കെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലേക്ക് യുദ്ധം നീണ്ടുപോകരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് കുറച്ച് ദിവസത്തേക്ക് അത്തരം ഒരു യുദ്ധ അന്തരീക്ഷം ഉണ്ടാവുകയോ അല്ലെങ്കിൽ യുദ്ധം തന്നെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നതിനെ ഈ രാജ്യങ്ങൾ എതിർക്കില്ല എന്ന് മാത്രമല്ല ഇസ്രയേലിന് വേണ്ട പിന്തുണ നൽകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളാകെ അത്തരം ഒരു ആശങ്കയിൽ നിൽക്കുകയാണ്. ഇതിനിടയിലാണ് ഇന്ന് പലസ്തീൻ തന്നെ സ്ഥിരീകരിച്ചത്. പലസ്തീനിലെ 32 പേരെ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇസ്രയേൽ ഇതിനിടയിൽ നടത്തിയ ബോംബാക്രമണത്തിൽ 32 പേർ ഗാസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. യമനിലെ ഹൂതികൾ ഒരു എണ്ണക്കപ്പലിനെ, ചെങ്കടലിലൂടെ വന്ന ഒരു എണ്ണക്കപ്പലിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട്. അതിൽ എത്ര നാശനഷ്ടമുണ്ടായി എന്ന് സംബന്ധിച്ച വിവരങ്ങളും ഇനി പുറത്തു വരാനിരിക്കുകയാണ്. എന്തായാലും ഈ മേഖലയാകെ കടുത്ത യുദ്ധത്തിൻ്റെ ആശങ്കയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. രാഷ്ട്രപിതാവിന്റെ സ്മരണയിൽ രാജ്യത്തിന് ദിശാബോധം നൽകിയ മഹാത്മാഗാന്ധിജിയുടെ 155ാം ജന്മദിനം വിപുലമായി ആഘോഷിക്കുകയാണ് രാജ്യമെങ്ങും പദയാത്രകളും അനുസ്മരണ പരിപാടികളും സംഘടിപ്പിച്ചു. ഗാന്ധി സ്മൃതി അത്തരത്തിൽ പുതുക്കുകയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തി. വിവിധ സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിലും ഗാന്ധി ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായേക്കും. സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം സിദ്ദിഖ് കൊച്ചിയിൽ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുടെ എറണാകുളത്തെ ഓഫീസിലെത്തിയാണ് സിദ്ദിഖ് കൂടിക്കാഴ്ച നടത്തിയത്. സിദ്ദിഖിനെ 2 ആഴ്ചയ്ക്കുള്ളിൽ അറസ്റ്റ് ചെയ്യണോ എന്നതിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് ഓഫീസിനോട് പോലീസ് നിയമോപദേശം തേടിയിട്ടുമുണ്ട്. എറണാകുളം വല്ലാർപാടത്തെ ബസ് അപകടത്തിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് മറ്റു വാഹനങ്ങളിൽ ഇടിച്ചു കയറുകയായിരുന്നു. ബ്രേക്ക് നഷ്ടമായെന്ന് ഡ്രൈവർ വിളിച്ചു പറയുന്നതും കേൾക്കാം. തിങ്കളാഴ്ചയുണ്ടായ അപകടത്തിൽ 20 പേർക്ക് പരിക്കേറ്റിരുന്നു. നവമി ദിനേശ് അതിന്റെ വിവരങ്ങൾ നൽകി. തിങ്കളാഴ്ച നടന്ന വാഹനാപകടത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന ബസിന്റെ ബ്രേക്ക് ഇല്ല എന്ന് ഡ്രൈവർ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നതും നമുക്ക് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്നും കേൾക്കാൻ കഴിയും. എന്തായാലും വളരെ ഭയപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന ഒരു ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് സംഭവം നടന്നത് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു. ഗോശ്രീ പാലം ഇറങ്ങി വല്ലാർപാടം ഭാഗത്തേക്ക് പോകുന്ന ബസ്സായിരുന്നു. ഈ സമയത്താണ് ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതായി ഡ്രൈവർ അറിയുന്നതും ഉടൻ തന്നെ ഡ്രൈവർ ഉച്ചത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്ന് വിളിച്ചു പറയുകയായിരുന്നു. ഒപ്പം ഉണ്ടായിരുന്ന യാത്രക്കാരും വളരെ ഭയപ്പാടോടുകൂടി നിലവിളിക്കുന്നതും കരയുന്നതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും കൃത്യമായി അറിയാൻ കഴിയും. ഉടൻ ഈ അമിത വേഗതയിലായിരുന്ന ഈ ബസ് തൊട്ടു മുന്നിൽ പോയ ആംബുലൻസിനെ ഇടിച്ചു തെറിപ്പിച്ചു. ആംബുലൻസിൽ രോഗിയുമായി, നട്ടെല്ലിന് ക്ഷതമേറ്റ രോഗിയുമായി വരുന്ന ആംബുലൻസ് ആയിരുന്നു. ഈ ആംബുലൻസിനെയും ഒപ്പം ഈ ബസിന്റെ തന്നെ മുന്നിലുണ്ടായിരുന്ന ഇരുചക്ര വാഹനം, അതിലൊരു യുവതിയും യുവാവുമായിരുന്നു, അവരെയും ഈ ബസ് ഇടിച്ചു തെറിപ്പിക്കുന്നു. ഉടൻ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ കൃത്യമായി അറിയാൻ കഴിയും. ആ ഓട്ടോ, അത് സംയോജിതമായി ആ ഓട്ടോ വഴി മാറിയത് കൊണ്ട് മാത്രമാണ് ആ ഓട്ടോയെ ഇടിക്കാതെയും വലിയൊരു അപകടം ഒഴിവായതും. ഈ ബസ് നിർത്താൻ കഴിയാത്ത സാഹചര്യമായതുകൊണ്ടാണ് നേരെ പാർക്ക് ചെയ്തിരുന്ന, സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന കണ്ടെയ്നർ ലോറിയിലേക്ക്
ബസ് ഇടിച്ചു കയറ്റിയത്. പിന്നീട് നാട്ടുകാരാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഡ്രൈവറടക്കം 20ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഡ്രൈവറെ മുൻഭാഗത്ത് നിന്നും ബസ് വെട്ടിപ്പൊളിച്ചാണ് പുറത്തേക്ക് എത്തിച്ചത്. പക്ഷെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയ രീതിയിൽ അപകടമുണ്ടായി എന്ന് തോന്നും. പക്ഷേ ആശ്വാസം എന്നോണം യാത്രക്കാർക്കോ അല്ലെങ്കിൽ ഡ്രൈവർക്കോ വലിയ അപകടങ്ങളൊന്നുമില്ല. ചെറിയ നിസാര പരിക്കുകളോടു കൂടി കൊച്ചിയിലെ വിവിധ ആശുപത്രികളിൽ ഇവർ ചികിത്സയിലാണ്. എന്തായാലും ഈ CCTV ദൃശ്യങ്ങൾ ഇന്ന് രാവിലെ പുറത്തു വന്നതോടുകൂടി വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു അപകടമാണ് വല്ലാർപാടം ഭാഗത്ത് നടന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ അപകട സമയത്ത് തന്നെ സമീപ പ്രദേശത്തുകൂടി പോയിരുന്ന ആളുകളും നാട്ടുകാരും ചേർന്നാണ് ഇതിലെ രക്ഷാപ്രവർത്തനം നടത്തിയത്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് വീണ്ടും പ്രസ് ക്ലബ് മതിൽ തകർത്ത KSRTC ബസ്. സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സാണ് പിറകോട്ട് ഉരുണ്ട് മതിൽ തകർത്തത്. റോഡിൽ വാഹനമില്ലാത്തതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. 12 മണിയോടെയാണ് ഗവർണർ അർജുന്റെ കോഴിക്കോടെ കണ്ണാടിക്കലുള്ള വീട്ടിലെത്തിയത്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7080, പവന് 56,640. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 5875, പവന് 47,000. വെള്ളി ഗ്രാമിന് 98 രൂപ, കിലോയ്ക്ക് 98,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ന്യൂസ് അപ്ഡേറ്റ്സിലൂടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.